ലീഗ് അങ്ങോട്ട് വെച്ച ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പേര് നിതിൻ കിഷോർ എന്നാണ്. അപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല, സ്വതന്ത്രമായിട്ട് UDF സ്വതന്ത്രമായിട്ട് മത്സരിക്കാം എന്ന് പറയുമ്പോഴും അങ്ങനെയാണ് ഈ കാര്യം ചെയ്യൂ, ലീഗിൽ നിന്ന് രാജിവെച്ചു കോൺഗ്രസിൽ ചേർന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമെന്നാണ് പറയുന്നത്. ഒരു മുന്നണിയിലെ ഘടകകക്ഷി എന്ന നിലയിൽ അവർക്ക് അർഹതപ്പെട്ട സീറ്റ് കൊടുക്കണമല്ലോ. ഈ പത്തനംതിട്ടയിലുണ്ടായ സംഭവം വളരെ രസകരമാണ്. പത്തനംതിട്ടയിൽ കോട്ടയത്ത് ഇപ്പോൾ വൈക്കം സീറ്റ് എന്തോ അനുവദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കോട്ടയം ജില്ലയിൽ വൈക്കം സീറ്റിൽ ലീഗ് മത്സരിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. വൈക്കം സീറ്റ് തിരിച്ചു കൊടുത്തു. അത് SC സംവരണ സീറ്റാണ്. അത് തിരിച്ചു കൊടുത്തു വേണ്ടെന്ന് പറഞ്ഞു. പത്തനംതിട്ടയിലും ഈ ചിറ്റാർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു SC സംവരണ സീറ്റാണ്. അപ്പോൾ അതിൽ രസകരമായ കാര്യം, ഈ ചിറ്റാർ മേഖലയിൽ വളരെ ജനകീയനായ ഒരാളാണ് നിതിൻ കിഷോർ. സുകേഷൊക്കെ അറിയായിരിക്കും. നിതിൻ കിഷോർ മുമ്പ് CPM കാരനായിരുന്നു. CPMൻ്റെ വാർഡ് മെമ്പറായിരുന്നു ചിറ്റാറിൽ, പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരാളാണ്. എന്ന് മാത്രമല്ല കാതോലിക് കോളേജ് പഠിക്കുന്ന സമയത്ത് SFIയുടെ നേതൃനിരയിലുണ്ടായിരുന്നതാണ്, യൂണിയൻ ചെയർമാനായിരുന്നു. അങ്ങനെ വലിയ സ്വീകാര്യതയുള്ള, ആ മേഖലയിൽ വലിയ സ്വീകാര്യതയുള്ളൊരു നേതാവാണ്. അയാൾ വളരെ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിലേക്ക് മാറി. അപ്പോൾ നിതിൻ കിഷോർ മുസ്ലിം ലീഗിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴും അയാൾക്ക് ആ മേഖലയിലുള്ള ജനസ്വാധീനമുണ്ട്. ഇപ്പോൾ ഈ ചിറ്റാർ ഡിവിഷൻ SC സംവരണമാണ്, നിതിൻ കിഷോർ SC സമുദായാംഗമാണ്. അപ്പോൾ എൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കോൺഗ്രസ്സുകാർ DCC നേതൃത്വത്തിന് മുമ്പിൽ വെച്ച ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിതിൻ കിഷോറിനെ പരിഗണിക്കണം. കാരണം നിതിൻ കിഷോർ നിന്ന് ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട് അവിടെ, കാരണം അത്രയും ജനകീയനായിട്ടൊരാളാണ്. അപ്പോൾ DCC നേതൃത്വത്തിന് പ്രശ്നം. പക്ഷേ അയാൾ മുസ്ലിം ലീഗുകാരനല്ലേ എന്നാണ് ചോദ്യം. മുസ്ലിം അല്ലേ എന്നുള്ളതല്ല പ്രശ്നം, മുസ്ലിം ലീഗുകാരനല്ലേ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ തർക്കം വരുമ്പോൾ ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ LDF വോട്ടുകൾ പോലും കറന്നു തിന്നാൻ ശേഷിയുള്ള കാൻഡിഡേറ്റാണ് നിതിൻ കിഷോർ. അങ്ങനെ ഒരു ഭയം അവർക്ക് CPMന് പോലും ഉണ്ട് അവിടെ. അങ്ങനെ ഇരിക്കുകയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ ചർച്ച തുടങ്ങുമ്പോൾ ആൻ്റണി MP-ക്കാണ് ഈ ചർച്ചകളിലേക്ക് ഉത്തരവാദിത്വം. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അത് സാമുദായിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇവരുടെ ചർച്ചയുടെ ഭാഗമായിട്ട് ലീഗ് അങ്ങോട്ട് വെച്ച ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല, ഇദ്ദേഹത്തിൻ്റെ പേര് നിതിൻ കിഷോർ എന്നാണ്. അപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല, സ്വതന്ത്രമായിട്ട് UDF സ്വതന്ത്രമായിട്ട് മത്സരിക്കാം എന്ന് പറയുമ്പോഴും അങ്ങനെയാണ് ഈ കാര്യം ചെയ്യൂ, ലീഗിൽ നിന്ന് രാജിവെച്ചു കോൺഗ്രസിൽ ചേർന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമെന്നാണ് പറയുന്നത്. ഈ സാമുദായിക പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പറയാൻ കാരണം എന്താണ്, അതായത് ലീഗിന് അവിടെ എന്തോ ഒരു പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അല്ലാത്ത മറ്റ് സമുദായങ്ങൾ UDFനെതിരാകും എന്ന ഒരു ധാരണയാണ് പച്ചയ്ക്ക് പറയുന്നത്. അങ്ങനെ തന്നെ പച്ചയ്ക്കാണ് പറയുന്നത്.